ഫുഡ് സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി. ഇതിൽ താല്പര്യമുള്ളവർക്ക് ഇതിന് ഡിഗ്രി കോഴ്സൊന്നും അവൈലബിൾ അല്ല, പക്ഷേ ഡിപ്ലോമോ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട്. ഇത് ഇന്ത്യയിലും അവൈലബിൾ ആണ് കേട്ടോ. ചിലതൊക്കെ എന്ന് പറയുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ 3 weeks കോഴ്സ് അങ്ങനെയൊക്കെയാണ്. ഈ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് ആണ് എങ്കിലും ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ബാച്ചുലർ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കിതിൽ ജെന്യുവൻ ആയിട്ടുള്ളൊരു താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ സമീപിക്കാവുന്നതാണ്. എന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇത് കാര്യങ്ങൾ സയൻറ്റിഫിക്കായി നിങ്ങൾക്ക് പഠിക്കാം. ഇതിൻ്റെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ചിലതൊക്കെ നമുക്കറിയാമല്ലോ, ഈ ഫുഡിൻ്റെ ഫോട്ടോ കാണുമ്പോഴത്തേനും അത് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണുമ്പോഴോ നമുക്കിങ്ങോട്ട് വായിൽ വെള്ളമൂറുന്ന രീതിയിൽ ഇതുണ്ട്. പക്ഷേ പലപ്പോഴും അത് ആക്ച്വൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണോ ഫോട്ടോ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കില്ല. പലതരത്തിലുള്ള കളർ മിക്സ് ചെയ്തും അല്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്ത സാധനമായിരിക്കും ഫോട്ടോ ആയി മാറിയിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ വായിൽ ഈ വെള്ളം ഉറിപ്പിക്കുന്ന സംഭവം. ഇതൊക്കെ എങ്ങനെ ഫോട്ടോ എടുക്കണം, അതായത് ഒരാളുടെ മനസ്സിലേക്ക് ഈ സാധനത്തിനെ അങ്ങ് അടിച്ചു കയറ്റുന്ന രീതിയിൽ സ്മാർട്ടായിട്ട് എങ്ങനെ ഈ ഫോട്ടോ എടുക്കാം, എങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാം, എന്തൊക്കെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കൂടെ കൊണ്ടുവരാം, ഇതെല്ലാമാണ് നമ്മൾ ഈ സംഭവത്തിൽ പഠിക്കുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.